ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ബട്ടർ ചിക്കൻ റോസ്റ്റ് ആണ്. വളരെ ടേസ്റ്റിയേറിയ മസാല പുരട്ടിയിട്ട് ബട്ടറിലാണ് ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് ബട്ടർ ചിക്കൻ റോസ്റ്റ് എന്ന് പറയുന്നത്. ഇതിനു വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോഗ്രാം ചിക്കനാണ്. ബോണോട് കൂടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ചിക്കനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അത് ചേർക്കുന്നതായിരിക്കും നല്ലത്. ഞാനിവിടെ സാധാരണ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി. 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. 1 ടീസ്പൂൺ ബട്ടർ ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. കൈവച്ച് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കുക. ഈ സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വരെ ചെറുനാരങ്ങ നീര് ചേർക്കുക. ഞാനിവിടെ ഒരു ചെറുനാരങ്ങയുടെ പകുതിയുടെ നീരാണ് ചേർത്തിരിക്കുന്നത്. വലിയ ചെറുനാരങ്ങയാണ്. ചെറുതാണെങ്കിൽ ഒന്ന് മുഴുവൻ ചേർക്കുക. അതും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുക. ചിക്കനിൽ നന്നായിട്ട് മസാല പിടിച്ചിരിക്കുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ചിക്കൻ നമുക്കിവിടെ അടച്ചു വെച്ച് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. എന്നിട്ട് കുറഞ്ഞതൊരു 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാണ്. 1 മണിക്കൂറിന് ശേഷം ഞാൻ ഈ ചിക്കൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാനൊരു ഫ്രൈയിങ് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചൂടാകുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കാം. ബട്ടർ ഇവിടെ നന്നായിട്ട് മെൽറ്റായി വരുന്നുണ്ട്. പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ മസാല പുരട്ടിയ ചിക്കൻ ഓരോ കഷ്ണങ്ങളായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ചിക്കൻ പീസ് മുഴുവനും ഞാൻ ഈ പാനിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. തീ കൂട്ടി വെച്ച് ഫ്രൈ ചെയ്യരുത്. പുറം ഭാഗം കരിഞ്ഞിട്ട് ചിക്കൻ ഉള്ളിൽ വേവാത്തയായി പോകും. അതുകൊണ്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ബട്ടറിൽ ഫ്രൈ ചെയ്യുന്നതുകൊണ്ട് ഫ്രൈ ചെയ്യുന്ന സമയത്തൊക്കെ ചിക്കന് നല്ലൊരു മണമായിരിക്കും. മാത്രമല്ല ബട്ടറിൻ്റെ ഫ്ലേവർ വരുന്നതുകൊണ്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ ചിക്കൻ്റെ ഒരു വശം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. മുഴുവൻ ചിക്കനും തിരിച്ചിട്ട് കൊടുക്കുക. ചിക്കൻ മുഴുവനും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മറ്റേ വശം കൂടി നന്നായിട്ട് ഫ്രൈ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. രണ്ടാമത്തെ വശവും കൂടി നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വീണ്ടും നന്നായിട്ട് ഫ്രൈ ആവാത്ത ഭാഗം നോക്കിയിട്ട് തിരിച്ചൊന്ന് വെച്ച് കൊടുക്കാം. എല്ലാ ഭാഗവും നന്നായിട്ട് മൊരിഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ നന്നായിട്ട് ഫ്രൈ ആവാത്ത ഭാഗം നോക്കിയിട്ട് തിരിച്ച് വെച്ച് കൊടുക്കുക. ബട്ടർ ആവശ്യമാണെങ്കിൽ വീണ്ടും അല്പം ചേർത്ത് കൊടുക്കാം. ഈ ചിക്കൻ്റെ എല്ലാ വശവും നന്നായിട്ട് ഫ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി നന്നായിട്ട് ഫ്രൈ ചെയ്യാം. ഈ സമയത്ത് ഫ്ലെയിം അല്പം കൂട്ടി വെച്ചാലും കുഴപ്പമില്ല. ഇങ്ങനെ തുടരെ ഇളക്കി എല്ലാ ഭാഗവും നന്നായിട്ട് മൊരിഞ്ഞ് വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി ഫ്രൈ ചെയ്തെടുക്കുക. ചിക്കൻ എല്ലാ ഭാഗവും നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് മല്ലിയില ചേർക്കാം. ഏകദേശം 1.5 ടേബിൾ സ്പൂണോളം മല്ലിയില ഞാനിതിലേക്ക് ചേർത്തിട്ടുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞ മല്ലിയിലയാണ്. മല്ലിയില ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ബട്ടർ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ വളരെ ടേസ്റ്റിയേറിയ ബട്ടർ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചപ്പാത്തിക്കും നെയ്ച്ചോറിനും പൊറോട്ടയ്ക്കും കുബൂസിനും ഒക്കെ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്